ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കല്യാണ ഫംഗ്ഷന് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. പ്രിൻസി എന്ന പേരാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിയുടെ പേര് പ്രിൻസി എന്നായതുകൊണ്ടും എൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് ചേച്ചിയുടെ പ്രത്യേക സ്നേഹമുണ്ട്. എല്ലാവരുടെ പേരിനോട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എല്ലാവരുടെ സ്നേഹമുണ്ട്, പേരിലുള്ള ആളുടെ പ്രത്യേക സ്നേഹം ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് വരുന്ന എയർപോർട്ടിൻ്റെ അവിടെ കേട്ടോ, നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. അങ്കമാലിക്കാണ് പോവേണ്ടത്. നമ്മുടെ പള്ളിയിൽ തന്നെ ഓഡിറ്റോറിയം ഉണ്ടെങ്കിലും ഇവരുടെ സൗകര്യത്തിന് അങ്കമാലിയിലേക്ക് മാറ്റിയാണ് അവർ ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പം അവിടെ നിന്ന് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇച്ചിരി കംഫർട്ടാണ് ഇച്ചിരി തോന്നുന്നത് നമ്മുടെ ബൈക്കിന് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അടിച്ച് വിളിച്ചങ്ങ് പോകാമല്ലോ. ഓക്കെ, അത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നുമില്ല, ചെറിയ തിരക്കൊക്കെ ഉള്ളൂ, വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തി, ഹെൽമെറ്റൊക്കെ വെച്ച് ആകെ ചൂട്. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്ന് റിലാക്സായി. അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനെ കണ്ടു. അതെന്താ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, അവരുടെ കാര്യമായി അവരെന്താ കാര്യം പറഞ്ഞു വിട്ടു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകണം. കുറച്ച് നടക്കാറുണ്ട്, 5 മിനിറ്റ് നടക്കാറുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെറുക്കനും പെണ്ണും. ഞങ്ങൾ കെട്ടാൻ പോകുന്ന ചെറുക്കൻ കെട്ടി കല്യാണം കഴിഞ്ഞവർ. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞു. പള്ളിയൊക്കെ അടച്ചു പോയി. ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് കയറിയപ്പം അവിടെ അകത്ത് അടച്ചിട്ടേക്കുവാണ്. പുറത്തുനിന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ കേട്ടോ. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഓഡിറ്റോറിയം. അത് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അത് കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് കയറി. ഓക്കെ, അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് പറഞ്ഞ് തന്നെ ദാഹമാണ്, ഭയങ്കര ദാഹം. അപ്പോൾ വെച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഫ്രഷായിട്ട് ലൈവായിട്ട് നമുക്ക് ജ്യൂസൊക്കെ കിട്ടുന്ന സംഭവം ഉണ്ട് കേട്ടോ. അവിടെ കയറി നമ്മൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആപ്പിൾ ജ്യൂസ് കുടിച്ചു. ഓക്കെ, അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് റിലാക്സായി അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ദാഹം മാറൊന്നുമില്ല. ഒരു പേരിന് ഒരു രസം. പിന്നെ എന്തോ ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതും കഴിച്ചു. അതൊന്നും കഴിച്ചാൽ നമുക്ക് വല്ലപ്പോഴും കഴിച്ചാൽ അതൊന്നും കുഴപ്പമില്ല. എന്നുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഫുഡാണിത്. ഓക്കെ, ഒരു വെറൈറ്റി കല്യാണ വീട്ടിലൊക്കെയുള്ള ഒരു വെറൈറ്റി ഫുഡാണിത്. അപ്പോൾ അതും ക്യൂന്ന് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അവിടെ ഒന്നും കല്യാണത്തിൻ്റെ ഫംഗ്ഷനിൽ ആൾക്കാർ വരുന്നതേ ഉള്ളൂ കേട്ടോ, തിരക്കുണ്ടെന്നാലും. അപ്പം ചെറുക്കനും മുന്നൊന്നും എത്തിയിട്ടില്ല, അവർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കഴിച്ച് സോസും കൂട്ടി അടിച്ച് ഞങ്ങൾ അവിടെ നിൽക്കാമെന്ന് കരുതിയപ്പോൾ കഴിച്ചു. ഞങ്ങൾ അകത്തേക്ക് കയറും കേട്ടോ. അകത്തേക്ക് കയറിയപ്പം നല്ല ആൾക്കാരൊക്കെ ആയി, ഏകദേശം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവിടെ അറിയുന്നവരൊക്കെ നോക്കിയപ്പം ഒരാളെ കണ്ടു, ഒരു ചേച്ചി കണ്ടു. പിന്നെ ഉണ്ട് രതീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാട്ടോ, എൻ്റെ അടുത്തുള്ള വീട്. അപ്പം അതും കണ്ട് അവരുടെ ഫോട്ടോസൊക്കെ ചിരിച്ചുള്ള ഫോട്ടോസൊക്കെ എടുത്ത്. ഓക്കെ, സന്തോഷമായി. അപ്പോൾ അതാണ് ഓഡിറ്റോറിയത്തിലെ മണ്ഡപം. ഓക്കെ, ആ മണ്ഡപത്തിൽ ഇപ്പോൾ ആരും ഇല്ല, അവിടെ ആർക്കും പിന്നെ വരുന്നുള്ളൂ അവർ കേട്ടോ. അപ്പോൾ അതേ വന്നു കഴിഞ്ഞു, അവരുടെ വന്നു. ഓക്കെ, അവരുടെ വന്ന് പെണ്ണിനെ കാറിൽ നിന്ന് സ്വീകരിക്കുവാട്ടോ ചെറുക്കൻ. അപ്പം സാരി കൊടുത്താണ്, കല്യാണ സാരി കൊടുത്ത്. ഓക്കെ, അവർ എത്തിക്കഴിഞ്ഞിട്ടോ. ഓക്കെ, ഇനി ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിരിക്കും. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞായിരിക്കും അകത്തേക്ക് കയറുക. വരവേൽപ്പും ആനയിക്കലൊക്കെ ഉണ്ട്. ചെറുക്കൻ്റെ വീട്ടുകാർ അമ്മയും ഒക്കെ വന്നിട്ട് പെണ്ണിനെ ചെറുക്കനെ മാലിട്ട് സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും അവിടെ നിൽപ്പുണ്ട്, സഹോദരങ്ങളൊക്കെ നിൽപ്പുണ്ട് അവിടെ മോമലയൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, അവരെ സ്വീകരിക്കുക കേട്ടോ. അത് ഫോട്ടോഷൂട്ടൊക്കെയാണ് അവരുടെ. അതാണ് അമ്മ, അതാണ് പ്രിൻസ് ചേച്ചി. ഓക്കെ, ഇപ്പം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. പെണ്ണ് ചിരിക്കുന്നില്ലല്ലോ, ചിരിക്കു കുട്ടി. ഓക്കെ, അപ്പം എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തു. അടുത്തതായിട്ട് മാലയിട്ട് ഇരിക്കുന്ന പരിപാടി കേട്ടോ. ഓക്കെ, ഷെയ്ഖാനെ കൊടുത്തു എല്ലാവരും സ്വീകരിക്കുകയാണ്, പരിചയപ്പെടുകയാണ്, ഫോട്ടോഷൂട്ടൊക്കെയാണ്.
അപ്പം പിന്നെ ചെറുക്കൻ്റെ അമ്മ കുരിശ് വരച്ച് മാല ഇടുന്ന ചടങ്ങ് കേട്ടോ അടുത്തത്. ചെറുക്കനെയും പെണ്ണിനെയും ഒരുപോലെ ഒരു ക്രിസ്ത്യൻ ചടങ്ങാണുള്ളത്. കുരിശ് വരച്ച് വേണം വീട്ടിലേക്കാണ് ഇങ്ങനെ കയറ്റുന്നത്. അത് മണ്ഡപത്തിലേക്ക് പൂമാലയിട്ട് ഇങ്ങനെ കയറ്റുന്ന ചടങ്ങുണ്ട് കേട്ടോ. അപ്പം മാലയൊക്കെ ഇട്ട് അടിപൊളിയായി. ഓക്കെ ഇട്ടോ ഓക്കെ അടിപൊളി. അപ്പം ചെറുക്കനെ പോലെ അപ്പം അതിൻ്റെ ഫാദർ മാല ഇടിക്കും. ഓക്കെ ഗുഡ്. അപ്പം നാത്തൂനാണ് പൂച്ചെണ്ട് കൊടുക്കുന്നത്. ചെറുക്കൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ പൂച്ചെണ്ട് കൊടുത്തു. അപ്പോൾ അവരിൻ്റെ അകത്തേക്ക് സ്വീകരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ബന്ധുക്കളെ കൂടി മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുകയാണ് ഇവരെ. അത് കഴിഞ്ഞ് അവിടെ തിരക്കാട്ടോ, ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നിന്ന് പുറകേറ്റ ബാക്കിൽ നിന്ന് ഞങ്ങൾ. അപ്പോൾ അവിടെ അറിയുന്ന കുറേ കസിൻസും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇത് അറിയുന്ന ഒരാളാട്ടോ. അപ്പം നിഖിൽ എന്നാണ് പേര്, എൻ്റെ വൈഫാണ് അടുത്തുള്ളത്. അപ്പം പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയായി. എൻ്റെ ഹസ്ബൻഡ് അരിയുന്ന ഫുഡ് കഴിക്കുന്നുണ്ടോ, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ വാങ്ങിച്ച് നിന്നൊക്കെ കഴിക്കണേ. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഫുഡ് വന്നു. എൻ്റെ ഫുഡ് അവിടെ ചിക്കൻ ചോറാണ് വാങ്ങിയത്, എനിക്ക് ചോറാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. കേക്ക് നമ്മളെ മാംഗോ കേക്കാണ്, കുറച്ച് പീസായിട്ട്. വേറെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ട്. ഷുഗറില്ല, ഷുഗർ വരാണ്ട് നോക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഷുഗറുള്ള ഐറ്റംസ് കുറച്ച് കഴിക്കുള്ളൂ. അങ്ങനെ മധുരം കഴിക്കണത് എനിക്ക് വേറെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും 2 പീസിൽ അവസാനിപ്പിച്ചു. വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ പേരൊന്നും എനിക്ക് സത്യമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം അതും കഴിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഡാൻസ് പരിപാടിയൊക്കെയാണ്. ഡാൻസ് ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഡാൻസും പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞു, ഒക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കുന്നു വിചാരിച്ചു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ചായയും കോഫിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഞങ്ങൾക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചായ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതും കുടിച്ച് ഞങ്ങൾ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഈ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ 2 മനസ്സായി പോയി. എന്നാലും സപ്പോർട്ടീവ് കേട്ടോ.
കുറച്ചൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരും, കുറച്ചൊക്കെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. കുഴപ്പമില്ല എന്ന മട്ടിൽ. എന്നാലും ബേസിക്കലി ഇഷ്ടമല്ല, എങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക. അങ്ങനെ ഞങ്ങൾ ഫങ്ഷൻ കഴിഞ്ഞു, കല്യാണത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നിറച്ച് ഫുഡ് കഴിച്ചു, കോഫി കുടിച്ചു. അങ്ങനെ ഞങ്ങൾ റിലാക്സ് ചെയ്ത് അങ്ങനെ നല്ല എയർപോർട്ട് വഴിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ അങ്കമാലിക്കൂടെ ആണ് പോയത്, വന്ന വഴിയല്ല ഇത്, നമ്മൾ വന്ന വഴി വേറെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴി അല്ലെങ്കിൽ നമ്മൾ കുറുക്ക് വഴി കൂടെയൊക്കെ വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കുറുക്ക് വഴി കൂടെ പോകുന്ന വലിയ ഇഷ്ടം കേട്ടോ, കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ വഴിയാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. അപ്പോൾ എവിടെ പോയി നമ്മൾ മെയിൻ റോഡെത്തി, നമ്മുടെ റോഡെത്തി. അവിടെ നിന്ന് ഒരു കുണ്ട് വഴി കൂടെ പോയി വളഞ്ഞ് നമുക്കിത് അങ്ങനെ എത്തി എയർപോർട്ട് വഴിയിലേക്ക് ചാടും കേട്ടോ ഞങ്ങൾ, മെയിൻ എയർപോർട്ട് വഴി. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എയർപോർട്ട് വഴി കൂടെ അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, എത്തി നമ്മുടെ മെയിൻ വഴി എത്തി കേട്ടോ. ഓക്കെ, ഇനി കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ കട്ടറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകണമൊക്കെ. ഒന്ന് ഓക്കെ ആയി. അപ്പോൾ ഞങ്ങൾ വീടെത്താറായി. വീടിന് ഒന്ന് കുറച്ചുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇനി ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത ചാനലുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.